ഹായ്, ഞാനിപ്പോൾ ഉള്ളത് എടത്വയിലാണ്. എടത്വ സെൻറ്റ് ജോർജ് ഫൊറോന ദേവാലയം. ഇവിടെ മെയ് മാസത്തിലാണ്, എല്ലാ വർഷവും മെയ് മാസത്തിലാണ് എടത്വ പള്ളി പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഗീവർഗീസ് പുണ്യാളച്ചൻ്റെ പെരുന്നാളാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ, അതായത് കേരളത്തിൽ നിന്നല്ല, കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, അങ്ങനെ പല പല സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഇവിടെ ആൾക്കാർ വരുന്നത്. ഇവിടെ പെരുന്നാളിന് ഞാൻ വന്ന് ഇവിടുത്തെ വീഡിയോ ഒന്ന് എടുക്കുവാനും പെരുന്നാളിൽ സംബന്ധിക്കണം. അപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് ആ വീഡിയോയും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിങ്ങോട്ട് വന്ന വഴി പറഞ്ഞു തരാം. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. ആലപ്പുഴയിൽ നിന്ന് എൻ്റെ ബൈക്കിലാണ് വരുന്നത്. ആലപ്പുഴയിൽ നിന്ന് നേരെ ആലപ്പുഴയിൽ നിന്ന് ചങ്ങനാശ്ശേരിക്ക് വരുന്ന പുതിയ റോഡുണ്ടല്ലോ, ആ റോഡ് വഴി കയറി ഈ കാണുന്നത് പള്ളാത്തുരുത്തി പാലമാണ്. ഇതുവഴി നേരെ വന്നാൽ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ പൂപ്പള്ളി എന്ന് പറയുന്ന ഒരു ജംഗ്ഷനുണ്ട്. അവിടെ നിന്നും വലത്തേക്ക് തിരിഞ്ഞാൽ ചമ്പക്കുളം പള്ളിയുടെ മുൻപിലൂടെ നമുക്ക് നേരെ പോയാൽ എടത്വ പള്ളിയിൽ ചെല്ലാൻ പറ്റും. ഈ റോഡിൽ പോവുകയാണെങ്കിൽ വളരെയധികം തിരക്കില്ല, വാഹനങ്ങൾ വളരെ കുറവാണ്, വലിയ പൊടിയോ ശല്യങ്ങളോ ഒന്നുമില്ല, റോഡ് പണിയില്ല, ബ്ലോക്കില്ല, അങ്ങനെ നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റും. ഇതിൻ്റെ രണ്ട് സൈഡിലും പാടമാണ്. നടുക്കൂടെ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ നല്ലൊരു ഫീലാണ് നമുക്ക് ഉണ്ടാകുന്നത്. നമുക്കിനി പള്ളിയുടെ കാഴ്ചയിലേക്ക് പോകാം. ഈ കാണുന്നത് പള്ളിയുടെ മെയിൻ കവാടമാണ്. എടത്വ പെരുന്നാൾ എന്നെഴുതിയിരിക്കുന്ന ഒരു ആർച്ചാണത്. ഈ കാണുന്നതാണ് പള്ളിയുടെ മുൻഭാഗത്തുള്ള ഒരു പാലം. ഈ പാലം കയറി നമ്മൾ അക്കരെ ഇറങ്ങിയെന്നാൽ നമുക്ക് പള്ളിയിലേക്ക് പോകുവാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ മുമ്പോട്ട് ചെന്നാൽ ഇവിടെ നിന്നും വലത്ത് സൈഡിലാണ് പള്ളി കാണാൻ പറ്റുന്നുണ്ട്. ഈ ദേവാലയം സ്ഥാപിതമായത് 1810-ലാണ്. ഏകദേശം 216 വർഷമായിട്ടുണ്ട് ഈ ദേവാലയം സ്ഥാപിതമായിട്ട്. ഈ എടത്വ പള്ളിയുടെ മുൻഭാഗത്താണ് പമ്പാ നദി ഉള്ളത്. പമ്പാ നദി ഒഴുകുന്നത് ഈ ദേവാലയത്തിന് മുൻപിലൂടെയാണ്. അതിനോട് ചേർന്ന് തന്നെയാണ് കൊടിമരം ഉള്ളത്. ഈ കൊടിമരത്തിൻ്റെ താഴെയായിട്ട് ഒരു തുണി ചുറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എപ്പോഴും ധാരാളം എണ്ണ വരുന്നുണ്ട്. ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്, ഈ എണ്ണ എടുക്കുന്നൊരു ചേട്ടനോട് പറഞ്ഞത്, ആദ്യം ഒരു പ്രാവശ്യം മാത്രമേ ഇതിൽ എണ്ണ ഒഴിക്കുകയുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ പെരുന്നാൾ തീരുന്നവരെ ധാരാളം എണ്ണ ഇതിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കുമെന്നാണ്. ധാരാളം ആൾക്കാർ കുപ്പിയിൽ ഈ എണ്ണ പകർത്തി കൊണ്ടുപോകാറുണ്ട്. ഇവിടുത്തെ പെരുന്നാൾ വരുന്നത് ഏപ്രിൽ മാസം 27-ാം തീയതി മുതൽ മെയ് മാസം 14-ാം തീയതി വരെയാണ്. മെയ് 7-ാം തീയതിയാണ് ഇവിടുത്തെ മെയിൻ പെരുന്നാൾ. ഭയങ്കര തിരക്കായിരിക്കും ആ ദിവസം ഇവിടെ. ഈ കാണുന്നതാണ് ഗീവർഗീസ് പുണ്യാളച്ചൻ്റെ പ്രധാന കവാടം. ഇവിടെയാണ് പള്ളിയുടെ മുൻഭാഗത്തായിട്ട് ഈ കാണുന്നതാണ് ഗീവർഗീസ് പുണ്യാളച്ചനെ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ആ സ്ഥലം. ഇവിടെ ധാരാളം നേർച്ച കാഴ്ചകൾ കൊടുക്കാം. പാമ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നേർച്ചകൾ, വെള്ളിയിലൊക്കെ പണിത നേർച്ചകളൊക്കെ കൊടുക്കാറുണ്ട് ഇവിടെ. പാമ്പിനെ പണിയിച്ചതൊക്കെ അങ്ങനെ കൊടുക്കും നമ്മളിവിടെ. അങ്ങനെ ഒരു ഇതുണ്ട്. കാര്യം പ്രാർത്ഥിച്ചെന്നാൽ ഉപേക്ഷിക്കാത്ത ഒരു പുണ്യവാളനാണ്. അതുകൂടാതെ നമുക്ക് പള്ളിയിൽ പെരുന്നാൾ വരുമ്പോൾ നമ്മൾ പുണ്യാളനെ ഓർത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഓർമ്മിപ്പിക്കുവാനായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഇഴജന്തു നമ്മളുടെ വീട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കാണിക്കുക എന്നുള്ള ഒരു സ്വാഭാവികമാണ്, ഒരു രീതി ഉണ്ട്. അങ്ങനെ എനിക്കൊക്കെ അനുഭവം ഉണ്ടാവുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ പള്ളിയിൽ പോകാറുണ്ട്. എപ്പോഴും ഇഴഞ്ഞു നിൽക്കുന്ന ദുഷ്ടജന്തുക്കളുടെ ആ ഒരു ശല്യങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ഒരു പുണ്യവാളൻ കൂടിയാണ് ഗീവർഗീസ് പുണ്യാളച്ചൻ. ഈ കാണുന്നത് പള്ളിയുടെ കുർബാന നടക്കുന്ന അൽത്താരയാണ്. ഇപ്പോൾ കുർബാനയുണ്ട് എല്ലാ ദിവസവും. പെരുന്നാളിന് പല പല സമയങ്ങളിലായിട്ട് കുർബാന പല ഭാഷകളിലുണ്ട്. ഈ കാണുന്നതാണ് പള്ളിയുടെ അൽത്താരയുടെ സൈഡിലുള്ള ഒരു ഗീവർഗീസ് പുണ്യാളച്ചൻ്റെ രൂപം. പള്ളിയിൽ വരുന്നവർ ഈ രൂപത്തിൻ്റെ മുമ്പിൽ വന്നും പ്രാർത്ഥിച്ച് നേർച്ച കാഴ്ച നടത്താറുണ്ട്. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൻ്റെ പല പല ഭാഗങ്ങളിൽ നിന്നൊക്കെ പെരുന്നാൾ തുടങ്ങുന്നതിന് ഒരുപാട് നാൾ മുമ്പ് തന്നെ ഇവിടെ ആൾക്കാർ വന്ന് റൂമെടുത്ത് താമസിക്കാറുണ്ട്. താമസിച്ചിട്ട് ഇവിടുത്തെ നേർച്ച കാഴ്ചകളെല്ലാം നടത്തി ഇവിടെ ഭക്ഷണവും എല്ലാം പാകം ചെയ്ത് അങ്ങനെ ഇവർ പെരുന്നാൾ തീരുന്ന സമയത്താണ് ഇവിടെ നിന്ന് പോകുന്നത്. ഇവിടുത്തെ രൂപവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ കുറേ ചരിത്രങ്ങൾ ഉള്ള ഒരു ദേവാലയം കൂടിയാണിത്. അതിനുവേണ്ടിയാണ് തമിഴ്നാട്ടിൽ നിന്നും അവർ എത്തിച്ചേരുന്നത്. ഈ കാണുന്ന പള്ളിയുടെ പുറത്തുള്ള കാര്യങ്ങളാണ്. പള്ളിയുടെ സൈഡിലത്തെ ആ ഒരു കാഴ്ചയാണ് ഈ കാണിക്കുന്നത്. വളരെ വലിയ ഒരു ദേവാലയമാണ്.
പെരുന്നാൾ സമയത്ത് തന്നെയല്ല, അല്ലാതെ തന്നെയും ഒരുപാട് ആൾക്കാർ ഈ ദേവാലയങ്ങളിൽ വരും. ഞാൻ തിരുവനന്തപുരത്ത് ഭാഗത്ത് ഒരു പ്രാവശ്യം ചെന്നപ്പോൾ എനിക്കറിയാൻ പറ്റിയത്, അവരിനോട് ഇങ്ങോട്ട് ചോദിച്ചു എടത്വാ പള്ളിയെക്കുറിച്ച്. അപ്പോൾ അവർ പറഞ്ഞത് എല്ലാ മാസവും അവർ എടത്വാ പള്ളി വരുമെന്നാണ് പറയുന്നത്. കാര്യം തിരുവനന്തപുരത്ത് നിന്നൊക്കെ ഡയറക്റ്റ് ബസ് സർവീസ് എടത്വാ പള്ളിയിലേക്കുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര വിശ്വാസമാണ് അവിടെ നിന്നൊക്കെ ഇവിടെ വന്ന് നേർച്ച കാഴ്ച നടത്തുവാനായിട്ടുള്ളതൊക്കെ. ഈ ആൾക്കാരൊക്കെ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും പല പല സ്ഥലങ്ങളിൽ നിന്നും വന്നു കഴിഞ്ഞാൽ ഇവിടെ താമസിക്കാൻ വേണ്ടി സൗകര്യമുണ്ട്. ഇവിടെ സ്കൂളുകളുണ്ട്, അതുകൂടെ റൂംസുണ്ട്, എല്ലാ സൗകര്യവും കൊടുക്കുന്നുണ്ട് ഇവർ. അപ്പോൾ അവർക്കൂടെ വന്ന് സ്റ്റേ ചെയ്യാനും ഭക്ഷണം വെച്ച് കഴിക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഒക്കെ ഉണ്ട്. ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗം കാണിച്ചു തരാം. അവർക്ക് താമസിക്കാൻ പറ്റിയ ഒരു ബിൽഡിങ് ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട് അവസാനമായിട്ട്. ഇന്ന് തീയതി വരുന്നത് മെയ് മാസം 5-ാം തീയതിയാണ്. ഈ മെയ് മാസം 5-ാം തീയതി എന്ന് പറഞ്ഞാൽ നാളെ കഴിഞ്ഞാണ് മെയ് 7-ാം തീയതി പ്രധാന പെരുന്നാൾ. അന്ന് ഭയങ്കര തിരക്കായിരിക്കും. ഇന്ന് കണ്ടോ, ഇപ്പോൾ രാവിലെ സമയമാണ്, എന്നാലും ഇവിടെ അധികം ആളില്ല, തിരക്ക് കുറവാണ് വളരെയധികം. ഈ എടത്വാ എന്ന് പറയുന്ന സ്ഥലം കുട്ടനാട്ടിലാണ്. മുൻകാലങ്ങളിലൊക്കെ പണ്ട് എൻ്റെ ചെറുപ്പത്തിലെ മുതലൊക്കെ ഇവിടെ ഞങ്ങൾ ബോട്ടിലാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊന്നുമല്ല. ഇപ്പോൾ ഇവിടെ ധാരാളം ഗതാഗത സൗകര്യമുണ്ട്. റോഡ് മാർഗം നമുക്ക് വരുവാൻ സാധിക്കും ഈ ദേവാലയത്തിൽ. ഇവിടുത്തെ ഒരു പ്രധാന നേർച്ചയാണ് ഇഷ്ടിക തലയിൽ വെച്ചുകൊണ്ട് പള്ളിക്ക് ചുറ്റിനും നടക്കുന്ന ഒരു നേർച്ച. ഓരോരോ നിയോഗം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആൾക്കാർ ഇത് ചെയ്യുമ്പോൾ അവർക്ക് ആ നിയോഗം സാധിക്കും. പിന്നെ മുത്തിക്കൊടയും പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു നേർച്ചയുണ്ട്. ഈ കാണുന്നതാണ് പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മാതാവിൻ്റെ ഗ്രോട്ടോ. കയറി വരുമ്പോഴേ ഒരു ചെറിയ പാലം ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുൻപിലായിട്ട് ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് മാതാവിൻ്റെ ഗ്രോട്ടോ ഉള്ളത്. അതിൻ്റെ താഴെയായിട്ട് ഒരു ചെറിയ കുളമുണ്ട്. അവിടെ വലയിട്ടിരിക്കുകയാണ്. കാര്യം അതിനകത്ത് ആൾക്കാർ നേർച്ചകളൊക്കെ ഇടാറുണ്ട്, പൈസ ഇടും. അപ്പോൾ പിന്നെ അതിനകത്ത് ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ സുരക്ഷിതത്തിനും ഒക്കെ വേണ്ടിയാണ് ആ വലയിട്ടിരിക്കുന്നത്. ചുറ്റിനും നല്ല പൂന്തോട്ടം ആയിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇത് പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ്. ദേവാലയത്തിൽ പെരുന്നാളിന് വരുന്ന എല്ലാവരും തന്നെ ഇവിടെ ചെന്ന് ഈ മാതാവിനെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഈ പള്ളിയിൽ നിങ്ങൾ വരുമ്പോൾ തിരുവനന്തപുരം കൊല്ലം ഭാഗത്തു നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ആലപ്പുഴ റൂട്ടിലൂടെ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അമ്പലപ്പുഴ എന്ന് പറയുന്ന ജംഗ്ഷനിൽ വന്നാൽ അവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് തകഴി വഴി നമുക്ക് എടത്വാ പള്ളിയിൽ പോകാൻ സാധിക്കും. അല്ലാതെ കോട്ടയം റൂട്ടിൽ വരുന്നവരാണെങ്കിൽ തിരുവല്ലയിൽ നിന്നും തിരിഞ്ഞ് നമുക്ക് എടത്വാ പള്ളി വരുവാൻ സാധിക്കും. അതൊക്കെയാണ് ഈ പള്ളിയിൽ വരുവാനുള്ള ഒരു ഗതാഗത മാർഗം എന്ന് പറയുന്നത്. ഇപ്പോൾ ധാരാളം വാഹന സൗകര്യം ഉള്ള ഒരു പ്രദേശം കൂടിയാണ് എടത്വാ. ഇനി നമ്മൾ പോകുന്നത് ദേവദാസൻ പുത്തമ്പറമ്പിൽ തൊമ്മച്ചനെ അടക്കിയിരിക്കുന്ന ആ കല്ലറയിലേക്കാണ്. ഫ്രാൻസിസ്കൻ 3-ാം സഭയുടെ കേരളത്തിലെ സ്ഥാപകനാണ് ദേവദാസൻ പുത്തമ്പറമ്പിൽ തൊമ്മച്ചൻ. ദേവദാസനായി പ്രഖ്യാപിച്ചത് 2012 ജൂൺ 29-നാണ്. ജനനം 1936 ജൂലൈ മാസം 8-ാം തീയതിയും മരിച്ചത് 1908 നവംബർ മാസം 1-ാം തീയതിയുമാണ്. തൊമ്മച്ചനെ അടക്കിയിരിക്കുന്നതാണ് ഈ സിമിത്തേരിയിൽ അടക്കിയിരിക്കുന്നത്. ഈ കാണുന്നത് പുത്തമ്പറമ്പിൽ തൊമ്മച്ചൻ്റെ ജീവചരിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും എല്ലാ കാര്യങ്ങളും ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ധാരാളം പേരാണ് ഈ കുഴിമാടത്തെങ്കിൽ വന്ന് പ്രാർത്ഥിക്കുന്നതും രോഗസൗഖ്യവും സാധീകരണവും എല്ലാം നടത്തുന്നത്. ഇതാണ് പുത്തമ്പറമ്പിൽ തൊമ്മച്ചൻ്റെ ഖബറിടം. കേരള അസീസി പുത്തമ്പറമ്പിൽ തൊമ്മച്ചൻ. ഈ കാണുന്നതാണ് പുത്തമ്പറമ്പിൽ തൊമ്മച്ചൻ്റെ ഫോട്ടോ. എടത്വാ പള്ളിയിൽ വരുന്നവരെല്ലാം ഇവിടെയും കൂടി വരാറുണ്ട്. ഈ കുഴിമാടത്തെങ്കിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ധാരാളം പേരുണ്ട്. നിങ്ങളുമൊക്കെ എടത്വാ പള്ളി വരികയാണെങ്കിൽ ഈ സിമിത്തേരിയോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു സ്ഥലം വരുന്നത്, പുത്തമ്പറമ്പിൽ തൊമ്മച്ചൻ്റെ ഖബറിടം. ഞാൻ സിമിത്തേരിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. നല്ല വെയിലുള്ളത് കൊണ്ട് മൺകുടത്തിൽ വെള്ളം വെച്ച് അതിന് ടാപ്പൊക്കെ വെച്ചിരിക്കുന്നു. നല്ല വെള്ളമാണ്, കുടിക്കാൻ നല്ല സുഖമാണ് ഈ ചൂടത്ത്. ഞാൻ പള്ളിയുടെ അകത്ത് ഒന്നുകൂടി കയറി. പള്ളിയുടെ അകത്ത് അടുത്ത കുർബാന ആരംഭിക്കുന്ന സമയമായി. ആൾക്കാരെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. എന്നാലും ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ എടുത്തുകൊണ്ട് പള്ളിയിൽ നിന്നും മാറി. ആ കാണുന്നതാണ് ഈ കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇവിടെ താമസിക്കാൻ സ്ഥലമുണ്ടെന്ന്. ഈ കാണുന്ന ബിൽഡിങ്ങിലാണ്. ഇതൊരു സ്കൂളാണ്. ഇതിന് 2 നിലകളിലായിട്ട് ആൾക്കാർ എല്ലാ റൂമിലും താമസിക്കും.
ഇവിടെ പുറത്ത് ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്, ഒരു പന്തൽ പോലെ. അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പിന്നെ ഇവിടുന്ന് ഒരു ചായ കുടിച്ചു. ചായ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു തരത്തിലും ആ ചായ കുടിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഇവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ എടത്വാട് പ്രദേശത്ത് നമുക്ക് നല്ല ഭക്ഷണം കിട്ടത്തില്ല. നമുക്കത് വളരെ മോശമായ ഒരു അനുഭവം തന്നെയായിരുന്നു അത്. ഈ കാണുന്നത് ഈ പള്ളിയുടെ ചുറ്റുപാടുമുള്ള, എനിക്ക് തോന്നുന്നു ഒരു വളരെ ഏരിയ 1.5-2 ഏക്കറിലാണ് ഇവിടുത്തെ കച്ചവടം നടക്കുന്നത്. പല രീതിയിലുള്ള പലഹാരങ്ങളുടെ കച്ചവടം, ബാഗുകൾ, പിന്നെ കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ വള, മാല, കമ്മൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, പിന്നെ പലഹാരങ്ങൾ, ചെരുപ്പുകൾ, അങ്ങനെ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഇവിടെ വിൽക്കുന്നുണ്ട്. ഒരുപാട് ഏരിയ അതിന് വേണ്ടിയിട്ട് ഇത് വാടകയ്ക്ക് കൊടുക്കുന്നതാണ്. അവിടെ ഒരുപാട് ഏരിയയിൽ ഞാൻ ഇവിടെ കേരളത്തിലെ പല പല ഭാഗങ്ങളിൽ പെരുന്നാളിനൊക്കെ പോകാറുണ്ട്. പക്ഷേ ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒരു കൂടാരം പോലെ ഉണ്ടാക്കിയിട്ട് അതിന് അടിയിലാണ് ഇങ്ങനെ കച്ചവടം എല്ലാം ചെയ്യുന്നത്. കോഴിക്കോടൻ ചക്ക ഹലുവ, കരിക്കലുവ, ബദാം ഹലുവ, മിൽക്ക് ഹലുവ, മക്കൂത്ത് ഹലുവ, ബ്ലാക്ക് ഹലുവ, ബനാന ഹലുവ, അനാർ ഹലുവ, കാന്താരി ഹലുവ, ഡ്രൈ ഫ്രൂട്ട് ഹലുവ. എൻ്റെ പൊന്നെ, നമ്മൾ കേൾക്കാത്ത രീതിയിലുള്ള അലുവകളാണ് ഇവിടെ ഉള്ളത്. എന്തെല്ലാം പേരിൽ അലുവ വന്നേക്കുന്നത്, പല പല പേരിൽ അലുവ അറിയപ്പെടുന്നത്. ഈ പള്ളിയിൽ ഇങ്ങനെ കച്ചവടം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സ്ഥലം ലേലം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. പ്രധാനപ്പെട്ട സ്ഥലത്ത് നമ്മൾ കച്ചവടം ചെയ്യുന്നതിന്, ആ സ്ഥലം ലേലത്തിലെടുക്കുന്നതിന് അധികം പൈസ വേണ്ടി വരും. ഒരുപാട് പൈസ ദേവാലയത്തിന് കൊടുത്തതിന് ശേഷമാണ് ഈ കച്ചവടക്കാർ ഇവിടെ ഈ സ്ഥലമെടുത്ത് പന്തലിട്ട് അതിനകത്ത് അവരുടെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് അവർ കച്ചവടം ചെയ്യുന്നത്. ചിലപ്പോൾ നല്ല രീതിയിലുള്ള കച്ചവടം അവർക്കുണ്ടാകുമായിരിക്കാം, എന്നാലും കൊള്ളാം. ഇതൊക്കെയാണ് ഈ എടത്വ പള്ളിയിൽ വന്നപ്പോൾ ഞാൻ കണ്ടതും നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഈ എടത്വ പള്ളി ഒന്ന് സന്ദർശിക്കുക. ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. എല്ലാ വർഷവും ഏപ്രിൽ മാസം 27 മുതൽ മെയ് മാസം 14 തീയതി വരെയാണ് ഇവിടുത്തെ പെരുന്നാൾ. മെയ് മാസം 7 തീയതിയാണ് പ്രധാന പെരുന്നാൾ വരുന്നത്. അന്ന് ധാരാളം ജനങ്ങൾ ഇവിടെ വരാറുണ്ട്. ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ തീർക്കുവാൻ സമയമായി. ഈ പള്ളിയിൽ നിന്ന് ഏകദേശം ഒരു 7-8 കിലോമീറ്റർ ചെല്ലുമ്പോഴാണ് ചമ്പക്കുളം ബസിലിക്ക പള്ളി, ചമ്പക്കുളം കല്ലൂർക്കാട് ബസിലിക്ക പള്ളി. അവിടെയും നമുക്ക് ഈ പള്ളിയിൽ വന്ന് പോകുവാൻ സാധിക്കും. അതും ഒരു നദിയുടെ തീരത്തുള്ള ഒരു പള്ളിയാണ്. ധാരാളം ആൾക്കാർ അവിടെ വരുന്നതാണ്. എല്ലാ കാര്യവും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.